സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ SKN ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സഹായമായിട്ടാണ് കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ SKNൻ്റെ ഈ പ്രവർത്തനത്തെ കുമാരനാശാൻ പറഞ്ഞതുപോലെ അന്യജീവനൊതുക്കി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നതുപോലെയാണ് കണക്കാക്കേണ്ടത്. അതായത് ഇന്ന് മാധ്യമങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സ്വാധീന ശക്തിയാണ്. സമൂഹത്തിൻ്റെ ഒരു അജണ്ട തീരുമാനിക്കുന്നതിൽ പോലും മാധ്യമങ്ങൾക്കൊരു നിർണായകമായിട്ടുള്ള ഒരു റോളുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ഏറ്റവും സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ SKN ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സഹായമായിട്ടാണ് കരുതുന്നത്. അതായത് ഈയൊരു പഠനയാത്ര അല്ലെന്നുണ്ടെങ്കിൽ SKNൻ്റെ ഈ ഒരു യാത്ര 3 തലങ്ങളിലായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കാണുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഇതൊരു ബോധവൽക്കരണ പരിപാടിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം. അതായത് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലെയും, അത് പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ വിവിധ സംഘടനകളിലെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഒരു യാത്ര ഒരു ബോധവൽക്കരണ മേഖലയിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ ഇടയായിട്ടുണ്ട്. രണ്ടാമത്തത് എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് ഇതിന് നിർണായകമായിട്ടുള്ളൊരു റോള് വന്നിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ SKNൻ്റെ യാത്രയ്ക്ക് മുമ്പും പിമ്പും എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് രേഖപ്പെടുത്താം. മുൻകാലഘട്ടങ്ങളിൽ അതായത് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലോബികളെ ഭയപ്പെട്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള രീതിയിലേക്ക് സമൂഹം മാറി നിന്നിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ, അതായത് സമൂഹം ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടെ കണ്ടാലും ഉടനടി ഞങ്ങളെ അറിയിക്കുകയും അത് കണ്ടെത്തുന്നതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതിന് ഈ ഒരു യാത്ര വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ രീതിയിൽ ഞാൻ എന്നെ നോക്കിക്കാണുന്നത് ഇതൊരു പഠനയാത്രയായിട്ട് കൂടിയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ SKNനോടൊപ്പം തന്നെ ഒരു പഠന സംഘം അല്ലെങ്കിൽ ഒരു ഗവേഷക സംഘം തന്നെ ഇതിനെ കൂടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഗവേഷണം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു ഫലവും ആ ഒരു ഗവേഷണത്തിൻ്റെ ഒരു റിസൾട്ടിനും വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ SKNൻ്റെ ഈ പ്രവർത്തനത്തെ കുമാരനാശാൻ പറഞ്ഞതുപോലെ അന്യജീവനൊതുക്കി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നതുപോലെയാണ് കണക്കാക്കേണ്ടത്.